1967 പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ 60ഓളം ഗ്രാമങ്ങളിൽ വിപ്ലവത്തിന്റെ തീ ആളിപ്പടർന്നത്. ധനിക കർഷക യുവാവായ ചാരു മഞ്ജുംദാറായിരുന്നു കൃഷിക്കാരന് കൃഷിഭൂമി എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള നക്സൽബാരി വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം. പിന്നീട് കനു സന്യാൽ എന്ന ബ്രാഹ്മണ യുവാവും ജംഗൽ സന്താൾ എന്ന ആദിവാസി യുവാവും ആ പ്രക്ഷോഭത്തിന്റെ മുന്നണി നേതാക്കളായി. സമ്പന്ന ഭൂവുടമകളുടെയും ജന്മിമാരുടെയും ചൂഷണത്തിനെതിരെ പട്ടിണിപ്പാവങ്ങളെയും ആദിവാസികളെയും അണിനിരത്തിയുള്ള സായുധ പോരാട്ടമായിരുന്നു ആഹ്വാനം ചെയ്യപ്പെട്ടിരുന്നത്. ഹിമാലയൻ താഴ്വര ഗ്രാമങ്ങൾ മാത്രമല്ല, കൽക്കത്ത നഗരവും പ്രക്ഷോഭത്തിന്റെ കനൽക്കട്ടയായി. വിദ്യാർത്ഥികളും യുവാക്കളും ബുദ്ധിജീവികളും തെരുവിലിറങ്ങി. കൽക്കറ്റയിലെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജും നക്സൽ അനുഭാവികളായ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. കോളേജ് 1 മാസത്തേക്ക് അടച്ചിടുക പോലും ഉണ്ടായി. വിപ്ലവ വിദ്യാർത്ഥി നേതാക്കളുടെ നിയന്ത്രണത്തിലായി ജാദവ്പൂർ സർവകലാശാല. രാജ്യമാകെ നക്സൽബാരി കാർഷിക കലാപം കാട്ടുതീ പോലെ പരന്നു. ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുന്നുവെന്ന മാവോ സൂക്തം വൻ നഗരങ്ങളുടെ ചുവരുകളിൽ രക്തവർണ്ണത്തിൽ പതിഞ്ഞു. ചാരു മഞ്ജുംദാറിന്റെ ക്ഷണം സ്വീകരിച്ച് കുന്നിക്കലും ഫിലിപ്പും പ്രസാദും കൽക്കത്തയിലെത്തി. നാടുവാഴി വിരുദ്ധ സമരം എന്ന മഞ്ജുംദാർ ലൈനിനോട് കുന്നിക്കലിന് പ്രിയം തോന്നിയില്ല. പകരം ഭരണകൂട രൂപങ്ങളോടുള്ള സമരമായിരുന്നു കുന്നിക്കൽ ലൈൻ. കുന്നിക്കൽ ലൈനിനൊപ്പമായിരുന്നു തുടക്കത്തിൽ വർഗീസെങ്കിലും പിന്നീട് അദ്ദേഹവുമായി തെറ്റി മഞ്ജുംദാർ മാർഗത്തിലെത്തുകയായിരുന്നു. അങ്ങനെയാണ് ജന്മിമാരുടെ ഉന്മൂലനം വർഗീസിന്റെ മുഖ്യ വിപ്ലവ പദ്ധതിയായത്. 1968 നവംബർ 22 തലശ്ശേരിയിലും 24 പുൽപ്പള്ളിയിലും നടന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണം കുന്നിക്കൽ നാരായണൻ ആസൂത്രണം ചെയ്തതാണ്. തലശ്ശേരി സ്റ്റേഷൻ ആക്രമണം പാളിപ്പോയെങ്കിലും പുൽപ്പള്ളി വിജയിച്ചുവെന്നാണ് കലാപകാരികൾ കരുതിയത്. വർഗീസും തേറ്റമല കൃഷ്ണൻകുട്ടിയും ഫിലിപ്പം പ്രസാദുമായിരുന്നു പുൽപ്പള്ളി ആക്ഷന്റെ നേതാക്കൾ. സ്റ്റേഷനിലെ വയർലെസ് ഓപ്പറേറ്റർ കുഞ്ഞികൃഷ്ണൻ നായരെ കലാപകാരികൾ വെട്ടിക്കൊലപ്പെടുത്തി. നിരവധി കോൺസ്റ്റബിൾമാർക്ക് മാരകമായി പരിക്കേറ്റു. ക്രൂരനായ പുൽപ്പള്ളി SI അല്ലപ്പനെയാണ് സംഘം ലക്ഷ്യമാക്കിയതെങ്കിലും അയാളെ കിട്ടിയില്ല. പുൽപ്പള്ളി ആക്ഷൻ കഴിഞ്ഞ ശേഷം വർഗീസും സംഘവും പ്രധാന ആദിവാസി ചൂഷകരായ ചേകാടിയിലെ 2 ജന്മിമാരുടെ ഗൃഹങ്ങൾ ആക്രമിച്ചു. ജന്മിമാരെ പക്ഷെ അപായപ്പെടുത്തിയില്ല, താക്കീത് ചെയ്തു. നെല്ലും പടവും ആയുധവും കവർന്ന് തിരുനെല്ലിക്കാട്ടിലേക്ക് പോയി. പോലീസ് തിരുനെല്ലിക്കാടുകൾ വളഞ്ഞു. നക്സൽ വേട്ടയുടെ പേരിൽ ആദിവാസികളെയും പാവപ്പെട്ട കൃഷിക്കാരെയും വേട്ടയാടി. സ്ത്രീകളെയും പെൺകുട്ടികളെയും മാനഭംഗപ്പെടുത്തി. കലാപകാരികളിൽ പലരും ചിതറിപ്പോയതോടെ കാട്ടിലായവർ ഒറ്റപ്പെട്ടു. അജിതയും ഫിലിപ്പം പ്രസാദും അങ്ങനെ പോലീസിന് കീഴടങ്ങി.